ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോടൊപ്പം പുന്നയൂർക്കുളം സൈനുദ്ദീൻ. ഇത് ഷെയർ മാർക്കറ്റ് റിവ്യൂ പരിപാടിയുമായിട്ട് നമ്മൾ മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം, ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം കൊണ്ടാണ് ഇപ്രാവശ്യം വരുന്നത്. അതായത് പല പ്രമുഖ നേതാക്കന്മാർക്കും, പ്രത്യേകിച്ചും ഇലക്ഷൻ സമയങ്ങളിലൊക്കെ നേതാക്കന്മാരുടെ രാഷ്ട്രീയ നേതാക്കന്മാർ, ഇവിടെ പ്രധാനമന്ത്രി ആയാലും പ്രതിപക്ഷ നേതാവായാലും മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരായാലും തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവാണെങ്കിലും അല്ലെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ നേതാവ്, എല്ലാ രാഷ്ട്രീയക്കാരും അവരുടെ ആസ്തി വെളിപ്പെടുന്ന ഒരു സമയമാണല്ലോ. ഇത് വെളിപ്പെടുത്തിയേ തീരൂ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു പ്രമുഖ വ്യക്തിയുടെ, പ്രമുഖ എന്ന് പറഞ്ഞാൽ മോദി കഴിഞ്ഞാൽ ഏറ്റവും ശ്രദ്ധേയനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആസ്തി, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്, നമ്മുടെ ആസ്തിയല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം, അദ്ദേഹത്തിന് മാർക്കറ്റിൽ, ഷെയർ മാർക്കറ്റിലുള്ള താല്പര്യം, ആ രീതിയിലുള്ള നിക്ഷേപം അദ്ദേഹത്തിന് എത്ര കണ്ടുണ്ടെന്ന് നമുക്ക് പരിശോധിക്കാം. അതൊന്നും നമ്മൾ അറിഞ്ഞിരിക്കുമ്പോൾ ഒരു കൗതുകമുള്ള കാര്യമല്ല, അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ എങ്ങനെ മാർക്കറ്റിനെ നോക്കി കാണുന്നു, പ്രത്യേകിച്ചും പ്രമുഖ വ്യക്തികളൊക്കെ എങ്ങനെ മാർക്കറ്റിനെ നോക്കി കാണുന്നുള്ള ഒരു നല്ല അറിവാണല്ലോ. അതായത് രാഹുൽ ഗാന്ധിയുടെ കൈവശം 4.3 കോടി മൂല്യമുള്ള ഓഹരികളും 3.81 കോടിയുടെ മ്യൂച്വൽ ഫണ്ട് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഷെയറുകൾ 4.3 കോടിയുടെ ഇതുണ്ട്, മ്യൂച്വൽ ഫണ്ടുകൾ അതിനടുത്ത് തന്നെ ബാലൻസ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നുണ്ട് അദ്ദേഹം. 3.81 കോടിയുടെ മ്യൂച്വൽ ഫണ്ടുണ്ട്. വേറെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് പരിശോധിക്കാം. അപ്പോൾ അത് ഇത്രയും അതിലുള്ള മാർക്കറ്റിലെ, ഇന്ത്യൻ മാർക്കറ്റിലെ വിശ്വാസം കൊണ്ടുതന്നെയാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്നുണ്ടെങ്കിലും മ്യൂച്വൽ ഫണ്ട് അത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്ത ഒരു നിക്ഷേപം മാറുകയാണല്ലോ. പക്ഷേ ഓഹരി അങ്ങനെയല്ല. ഓഹരിയും അതിനോടൊപ്പം തന്നെ ഓഹരിയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നന്നായിട്ടുണ്ട്. അതിനേക്കാൾ കുറച്ച് കൂടിയ ശതമാനത്തിൽ തന്നെ ഓഹരികളുണ്ട്. ഈ ഓഹരികൾ ഏതാണെന്നും കൂടി നമുക്ക് പരിശോധിക്കാൻ പറ്റും. അപ്പോൾ ഈ ഇതിലുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം, അതിൻ്റെ അവഗാഹമാണത്, അതിലുള്ള ഒരു ട്രസ്റ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവ്, അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവ്, അദ്ദേഹത്തിൻ്റെ രാഹുൽ ഗാന്ധിയുടെ അസറ്റ് എന്ന് പറയുമ്പോൾ ഈ 4.3 കോടി രൂപയുടെ ഓഹരി നിക്ഷേപമുണ്ടെന്നാണ് പറഞ്ഞത്. അതിൽ മ്യൂച്വൽ ഫണ്ടാകട്ടെ 3.81 കോടിയുടെ മ്യൂച്വൽ ഫണ്ടുമുണ്ട്. അത് വേറെ തന്നെ. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ സത്യവാങ്മൂലത്തിലാണ് നിക്ഷേപ വിവരങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. മാർച്ച് 15 കണക്കനുസരിച്ച് 15.21 ലക്ഷം രൂപ വിപണി മൂല്യമുള്ള ഗോൾഡ് ബോണ്ടുകൾ കൂടി അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട്. ഗോൾഡിലും നമ്മുടെ നേതാക്കന്മാരടക്കം പലരും വിശ്വസിക്കുന്നുണ്ട്. ഗോൾഡ് പിന്നെ എല്ലാവരും വിശ്വസിക്കുന്ന കാര്യമാണ്. പക്ഷെ അതേ സമയത്ത് മറ്റ് അസറ്റുകളിൽ ഇപ്പോൾ ഷെയർ ആണെങ്കിലും മ്യൂച്വൽ ഫണ്ടാണെങ്കിലും വിശ്വസിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മൊത്തം ആസ്തിയാകട്ടെ 20.4 കോടി രൂപയാണ്. 11.5 കോടി രൂപയുടെ സ്ഥാവര ആസ്തികളും 9.24 കോടിയുടെ ജംഗമ ആസ്തികളുമാണ് അദ്ദേഹത്തിന് ഉൾപ്പെടുന്നത്. ഇപ്പോൾ ഇലക്ഷൻ എടുത്ത ഒരു സാഹചര്യത്തിൽ അത് വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ഇവരൊക്കെ അതിൽ വിശ്വസിക്കുന്നു, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാൻ സമയം കിട്ടുമ്പോൾ ട്രേഡ് ചെയ്യുന്നു എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ രാഹുൽ ഗാന്ധി ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് അറിയാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. സ്റ്റോക്കുകൾ, അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്, നമുക്ക് അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അദ്ദേഹം സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന ഷെയറുകൾ, അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോയിലുള്ള ഷെയറുകൾ ഏതൊക്കെ കമ്പനികളാണ്, ഏതൊക്കെ സ്റ്റോക്കാണെന്ന് നമുക്ക് നോക്കാം. അതായത് 10 സ്റ്റോക്കുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഒന്ന് പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് ആണ്. പിഡിലൈറ്റ് നമ്മുടെ രാകേഷ് ജുൻജുൻവാല ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ നമ്മൾ നോക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ നേതാവ് അതിലെടുക്കുന്ന താല്പര്യം നമുക്ക് ഒരു കൗതുകം ഉണ്ടാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ്, ബജാജ് ഫിനാൻസ്, പിന്നെ രാഹുൽ ഗാന്ധി എന്ന് പറയുമ്പോൾ വളരെ ചിന്താശക്തിയുള്ള ഒരു നേതാവും കൂടിയാണ്. അദ്ദേഹം പല കാര്യങ്ങളും വളരെ ചിന്തിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ നമുക്കത് ഒരു പ്രത്യേക ഒരു താല്പര്യം കാണുന്ന കാര്യത്തിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞ 2 എന്ന് പറഞ്ഞാൽ പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ്, നമുക്കൊക്കെ അറിയാം. പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ ഈ അദസീവ്, അതായത് ഈ ഗ്ലൂ പോലെയുള്ള സാധനങ്ങൾ, പിന്നെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ അദസീവ് എന്ന് പറയുമ്പോൾ നമ്മൾ പെയിൻറ്റിലൊക്കെ മിക്സ് ചെയ്യുന്ന ഒരു പശ പോലുള്ള സാധനങ്ങൾ, അത് അതിൽ പെട്ടാണ്. ഒരുപാട് അതുപോലെയുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന നല്ല ഒരു സസ്റ്റൈനബിലിറ്റിയുള്ള കമ്പനിയാണ്. വളരെ കാലമായിട്ട് നല്ല ലാഭം കൊടുത്തിട്ടിരിക്കുന്ന കമ്പനിയാണ്. പിന്നെ ബജാജ് ഫിനാൻസ് നമുക്കറിയാം. ബജാജ് ഫിനാൻസും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന, നല്ല ലാഭം കൊടുക്കുന്ന കമ്പനി. പിന്നെ നെസ്ലെ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഈ നെസ്ലയുടെ തന്നെ ഇന്ത്യയുടെ ഒരു ഭാഗമാണത്. ഇന്ത്യയിലുള്ള നെസ്ലെ എന്ന് വെച്ചാൽ അവർ വിദേശ കമ്പനിയാണത്. അപ്പോൾ അതും നല്ല ഒരു കമ്പനിയാണ്, നമുക്കൊക്കെ അറിയാം. പിന്നെ ഏഷ്യൻ പെയിൻറ്റ്സും നല്ല നേട്ടം കൊടുത്തുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്.
അത് കഴിഞ്ഞിട്ട് പിന്നെ ടൈറ്റാൻ കമ്പനി, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ICICI ബാങ്ക്, ഡിവിസ് ലബോറട്ടറീസ്, സുപ്രജിത്ത് എഞ്ചിനീയറിംഗ്, ഗിൽവെയർ ടെക്നിക്കൽ ഫൈബേഴ്സ്. ഇത്രയും കമ്പനികളാണ് അദ്ദേഹത്തിൻ്റെ ഈ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കുകൾ. അപ്പോൾ ഈ സ്റ്റോക്കുകളൊക്കെ തന്നെ ഫണ്ടമെൻ്റലി നല്ല കമ്പനിയാണ്. അപ്പോൾ ടൈറ്റൻ കമ്പനിയാണെങ്കിൽ അത് നമുക്കറിയാം, ടാറ്റയുടെ ഈ ഗോൾഡ് ജ്വല്ലറി സാധനങ്ങൾ, മറ്റേ ഈ ഡയമണ്ട് അങ്ങനെയുള്ള ഇതൊക്കെ വിൽക്കുന്ന ഒരു പ്രമുഖ സ്ഥാപനമാണത്. വാച്ച് ഒക്കെ കൊടുക്കുന്നത് ടൈറ്റാൻ കമ്പനി. അത് വളരെ വളർച്ചയുള്ള കമ്പനിയാണ്. അദ്ദേഹത്തിൻ്റെ സെലക്ഷൻ വളരെ നല്ലതാണ്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ നമുക്കറിയാം. അതുപോലെ ICICI ബാങ്കിനെ കുറിച്ച് പറയേണ്ടതില്ല. ഇത്തരം കാര്യങ്ങൾ, സുപ്രജിത്ത് എഞ്ചിനീയറിംഗ് നല്ലതാണ്. ഇതെല്ലാം നല്ലതാണ്. പിന്നുള്ളത് എന്ന് പറഞ്ഞാൽ അതൊക്കെ വാങ്ങിയും വിറ്റുമൊക്കെ ട്രേഡ് നടത്താവുന്നതാണ്. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്, അത് പിന്നെ കണ്ണടച്ച് നിക്ഷേപം നടത്താം. മ്യൂച്വൽ ഫണ്ട് HDFC സ്മോൾ ക്യാപ്പാണ്. HDFC സ്മോൾ ക്യാപ്പ്, ICICI പ്രൂഡൻഷ്യൽ, പിന്നെ അതുപോലെ തന്നെ PPFAS ഫ്ലക്സി ക്യാപ്പ്. അതായത് പരാഗ് പരിഹരിക്കുക എന്ന് പറയുന്ന കമ്പനിയാണത്. അതിൽ പലർക്കും പല പ്രമുഖർക്കും നിക്ഷേപമുണ്ട്. അതിലൂടെ നല്ല ലാഭം കൊടുക്കുന്നൊരു കമ്പനി. അത് വിദേശത്തൊക്കെ ഇപ്പോൾ ആപ്പിൾ, അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ്, ഇതിലൊക്കെ നിക്ഷേപിക്കുന്ന ഒരു കമ്പനിയാണ്. അതിലും അവരുടെ നിക്ഷേപമുണ്ട്. പിന്നെ HDFC മിഡ് ക്യാപ്പ്, ICICI ഇക്വിറ്റി ആൻഡ് ഡെറ്റ്, ഇതെല്ലാം നല്ല മ്യൂച്വൽ ഫണ്ടുകളാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്ത ഒരു വീഡിയോ വീണ്ടും വരും. അതുവരെ നന്ദി, നമസ്കാരം. ഞാൻ പുന്നയൂർകുളം സൈനിധി, സൈനിങ് ഓഫ്.